വെള്ളക്കടല വെച്ചുള്ളൊരു കടലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കുക്കറിൽ ഞാനൊരു 1/4 കിലോ വെള്ളക്കടലയാണ്, അതൊരു 4-5 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്കൊരു 3-4 ടീസ്പൂൺ കടല എടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ച് വയ്ക്കുക കൂടി ചെയ്യണം. അത് നമ്മുടെ കടലിലേക്ക് തേങ്ങയ്ക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, കടലക്കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് അതും കൂടി ഒന്ന് മാറ്റി വെച്ച് ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ച് വയ്ക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരെ ഒരു ബ്രൗൺ കളറ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഗോൾഡൻ ബ്രൗൺ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കടല വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മൾ കടലയ്ക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടാതെ നോക്കണം. നിങ്ങൾ കടല ഉപ്പില്ലാതെയാണ് ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി ഒരു 3/4 ടീസ്പൂൺ മാത്രമേ, നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൂടാതെ പെരിഞ്ജീരകം, നമുക്കൊരു ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. അതിനൊന്നും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിമിൽ ലോയിലായിരിക്കും, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ട് കടല ചേർക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കി, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണേ. ഈ കടലൊന്ന് നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനെ കടലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ കടലയുടെ പേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കടലയുടെ പേസ്റ്റ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഞാനതിലേക്ക് ചേർക്കുവാണ്. ഈ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 5 to 6 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനെ. അപ്പോൾ കറിയെല്ലാം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. കടലെല്ലാം വെന്ത് തക്കാളിയെല്ലാം അതിലേക്ക് ഉടഞ്ഞ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറി റെഡിയാണ്. വെള്ളക്കടല കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തൊട്ടടുത്ത കമൻറ്റ് ബോക്സും കൂടി ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.